ആഴക്കടലിൽ പടപടച്ചുകൊണ്ടിരുന്ന ഈ ഞണ്ടും കൊണ്ട് നല്ല വറുത്തരച്ചൊരു ഞണ്ടുകറി ഉണ്ടാക്കിയാലോ. എന്നാ വാ തുടങ്ങല്ലേ. അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ അരമുറി ചിരകിയ തേങ്ങയും 5 അല്ലി വെളുത്തുള്ളിയും 10 അല്ലി ചെറിയുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. തേങ്ങ വറുത്തിങ്ങനെ ചൊകാന്നാകുമ്പോ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. പൊടികളിട്ട് മുപ്പിക്കുമ്പോൾ സൂക്ഷിക്കണേ, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു പിടി വേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി വേറൊരു കടായി വെച്ച് നമ്മൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്ത് നമ്മുടെ വറുത്തരച്ച തേങ്ങ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അരപ്പ് ഓവറായിട്ട് തിക്കാവാനും ഓവറായിട്ട് ലൂസ് ആവാനും പാടില്ലേതാ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി. ഇനി ഞാൻ ഈ അരപ്പിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കൂടെ കഷ്ണിച്ചിടുന്നുണ്ട്. എനിക്ക് ഈ ഞണ്ട് വറുത്തരച്ച കറിയിലെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. നിങ്ങൾക്ക് ഇനി വല്ല പച്ചക്കായോ അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ അതും ഇടാം. ഇനി ഒരു 2 പച്ചമുളക് കീറിയതും 1/2 തക്കാളിയും 1 പിടി വേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പിടാൻ മറന്നു പോകരുതേ. ഇതുപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാവേ. ഞണ്ടിടുന്നതിന് മുമ്പ് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോ നോക്കിയപ്പോ ഞാൻ കുടംപുളി ഇടുന്ന ഷോട്ട് ഇതിൽ കാണാനില്ല. എഡിറ്റ് ചെയ്തപ്പോഴാണ് നോക്കിയത്. നിങ്ങൾ എന്താണെങ്കിലും മറന്നു അത് കുടംപുളി ഇട്ട് കൊടുക്കണേ. ഇനി ഈ ഞണ്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് ചാറൊക്കെ കുറുകി നമ്മുടെ അടിപൊളി ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കാണാം. ബൈ ബൈ.